സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിൽ ഇൻ നോട്ട് 1നെ പോലെ ഈ ബഡ്ജറ്റ് തന്നെ ഏറ്റവും ബെസ്റ്റ് ഒന്നുമല്ല ഇൻ 1B. പക്ഷേ ഈ ഫോണിന് ഈ ഒരു ബഡ്ജറ്റിൽ വേണ്ട എല്ലാ ഘടകങ്ങളും ഉണ്ടെന്ന് മാത്രമല്ല മറ്റ് കോമ്പറ്റീഷൻസിന് നല്ലൊരു വെല്ലുവിളിയും കൂടെയാണ്. 8000 രൂപയ്ക്ക് ഈ ഡിവൈസ് എടുക്കുന്നത് ലാഭമാണോ? ഈ ഡിവൈസിനുള്ള മറ്റു കോമ്പറ്റീഷനുകൾ ഏതൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. ഈ വീഡിയോ ആക്ച്വലി 3 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്യാനിരുന്നതാണ്. പക്ഷേ ചില ജോലി തിരക്കുകൾ കാരണം അല്പം ഡിലേ ആയിപ്പോയി. ഞങ്ങളോട് ക്ഷമിക്കുക. ഇനി പോയിന്റിലോട്ട് വരാം. ഈ ഡിവൈസിന് ഇൻ നോട്ട് 1ൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ കോമ്പറ്റീഷൻ ഉണ്ട്. മറ്റ് ഡിവൈസിന് കോമ്പറ്റീഷൻ ഇല്ലെന്നല്ല, പക്ഷേ ഇൻ നോട്ട് 1 കോമ്പറ്റീഷനെതിരെ വെച്ചിരിക്കുന്നത് ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അഗ്രസീവായിട്ടുള്ള ഡിസൈനും പ്രൈസിങ്ങും എല്ലാം അവിടെയുണ്ട്. എന്നാൽ ഇൻ 1Bയുടെ കാര്യം അങ്ങനെയല്ല. വളരെ അഗ്രസീവായിട്ടുള്ളൊരു സ്ട്രാറ്റജി നമുക്ക് ഇവിടെ കാണാനില്ല. എല്ലാം ഓൾമോസ്റ്റ് നോർമലാണ്. അതുകൊണ്ട് ചില കമ്പാരിസണുകളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ കഴിയും. ആദ്യമേ തന്നെ ബിൽഡ് ആൻഡ് ഡിസൈൻ എങ്ങനെയുണ്ടെന്നും അത് കമ്പാരിസണിൽ എങ്ങനെ വരും എന്നും നോക്കാം. മൈക്രോമാക്സ് ഇൻ 1Bയുടെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് ഈ ഡിവൈസ് കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ പറയാം. പക്ഷേ ആസ് ഓഫ് നൗ ഡിസൈൻ അട്രാക്റ്റീവ് ആണ്. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞ ഒരു ഡിസൈൻ തന്നെ മൈക്രോമാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസൈൻ്റെ കാര്യത്തിൽ പോക്കോ C3ക്കും നാർസോ 20ക്കും ചെറിയൊരു കോമ്പറ്റീഷൻ തന്നെയാണിത്. കാരണം ഇവിടെ ഒരു അട്രാക്റ്റീവ് ലുക്കുണ്ട്. പോക്കോ C3യിലും നാർസോ 20യിലും അത്ര അട്രാക്റ്റീവ് അല്ല, പക്ഷേ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷാണ് പിൻവശത്ത് തരുന്നത്. ഇനി പോക്കോയ്ക്കും നാർസോയ്ക്കുമുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അസാധ്യ ബിൽഡ് ക്വാളിറ്റിയാണ് ഈ രണ്ട് ഡിവൈസുകൾക്കും. ഇപ്പം നാർസോ 20 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോക്കോ C3 ഞാൻ ഓർഡറും ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നേ ഇത്രയേ ഉള്ളൂ. മൈക്രോമാക്സ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിലോട്ട് പോയിട്ടില്ലെങ്കിൽ നാർസോ 20ക്കും അതുപോലെ തന്നെ പോക്കോ C3ക്കും ബിൽഡ് ആൻഡ് ഡിസൈൻ എന്ന ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ബഡ്ജറ്റ് തീർച്ചയായിട്ടും മൈക്രോമാക്സ് ഇൻ 1B ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. ഒരു ക്ലീൻ സ്വൈപ്പ് മൈക്രോമാക്സിന് കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം. ഡിസ്പ്ലേ. മൈക്രോമാക്സ് ഇൻ 1Bയിൽ 6.52 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനാണ്. ഈവൻ റെഡ്മി 9A പോലും ഇതേ 6.5 ഇഞ്ച് HD+ ഈ കോൺഫിഗറേഷൻ ഉണ്ട്. ഈ ഒരു ബഡ്ജറ്റ് വരുന്ന മറ്റെല്ലാ ഡിവൈസുകൾക്കും പോക്കോ C3ക്കും നാർസോ 20ക്കൊക്കെ സിമിലർ ആയിട്ടാണ് ലഭിക്കുന്നത്. എന്നാൽ ഇൻ നോട്ട് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ കോൺഫിഗറേഷൻ ഡ്രോപ്പ് ആയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം 11,000 രൂപയ്ക്ക് പോക്കോ M2 കഴിഞ്ഞാൽ പിന്നെ ഫുൾ HD ഡിസ്പ്ലേ നൽകുന്നത് ഇൻ നോട്ട് 1 ആയിരുന്നു. അപ്പോൾ അതുപോലെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നും ഇവിടെ ഇല്ല. വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഗതിയാണ്. അത് മോശമാണെന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. ഇറ്റ്സ് ഓക്കെ. ഈ ഒരു ബഡ്ജറ്റിൽ ഓക്കെയാണ്. ഇനി ക്യാമറ കോൺഫിഗറേഷനെ കുറിച്ച് സംസാരിക്കാം. ഇവിടെയും ആ ഓക്കേഷ് ഫാക്ടർ ഉണ്ട്, പക്ഷേ ചെറിയൊരു അപ്ഗ്രേഡോടുകൂടി. 13 MP പ്രൈമറി ക്യാമറയാണ് പിൻവശത്ത് ലഭിക്കുന്നത്. 2 MP ഡെപ്ത് സെൻസർ ഉണ്ട്. പക്ഷേ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 8 MP സെൽഫി ക്യാമറ ലഭിക്കുന്നു എന്നുള്ളതാണ്. മറ്റെല്ലാ ഡിവൈസുകൾക്കും പിൻഭാഗത്തൊരു മാക്രോ ക്യാമറ ഉണ്ട്, പക്ഷേ സെൽഫിക്ക് വരുമ്പോഴേക്കും 5 MP കുറഞ്ഞു പോകും. എന്നാൽ നാർസോ 20Aയിൽ നമുക്കൊരു 8 MP സെൽഫി ക്യാമറ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോഴേക്കും മൈക്രോമാക്സ് ഇൻ 1Bയുടെ 4GB റാം വേരിയൻറ്റിനേക്കാളും 500 രൂപ കൂടുതലാണ്. ഓവറോൾ ക്യാമറ സ്പെസിഫിക്കേഷൻ കുഴപ്പമില്ല. മാക്രോ ക്യാമറ ഇല്ലാത്തതിൽ എനിക്ക് യാതൊരുവിധ ദുഃഖമില്ല. അതിനുള്ള കാരണം എൻ്റെ മുകളിൽ വന്ന വീഡിയോയിലുണ്ട്. സോ ഇനി പെർഫോമൻസിൽ എങ്ങനെയുണ്ടെന്ന് ക്യാമറ റിവ്യൂവിൽ നിങ്ങളോട് പറയാം. മൈക്രോമാക്സ് ഇൻ 1Bയിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ടെക്നോളജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ടെക്നോളജി തന്നെയാണ്. പക്ഷേ 5000 mAh എന്ന ആ ഗോൾഡൻ നമ്പർ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ് ഇത്. നാർസോ 20Aയ്ക്കും അതുപോലെ തന്നെ പോക്കോ C3ക്കും ഇതേ ബാറ്ററി നമ്പർ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പോക്കോ C3യിൽ ഒരു ഇംപ്രൂവ്ഡ് ബാറ്ററി ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡിവൈസുകൾക്ക് രണ്ടിനും ഒരു 8ൻ്റെ പണി കൊടുക്കുന്നതെന്ന് വെച്ചാൽ മൈക്രോമാക്സിൽ ടൈപ്പ് C പോർട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള സംഗതിയാണ്. ഈ രണ്ട് ഡിവൈസുകൾക്കും അതുപോലെ തന്നെ മറ്റ് കോമ്പറ്റീഷനുകളിലും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ഒരു മൈക്രോ USB പോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു വലിയ ഡിഫറൻസ് ഒന്നുമല്ല, പക്ഷേ ബാറ്ററി ചാർജിങ് സ്പീഡിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡിൻ്റെ കാര്യത്തിലും ടൈപ്പ് Cക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ബാക്കി സ്പെസിഫിക്കേഷനുകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ച ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനുകളൊക്കെ ഇവിടെയുണ്ട്. ഹീലിയോ G35 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇവിടെ റൺ ചെയ്യുന്നത്. ഇത് തന്നെയാണ് പോക്കോ C3യിലും ഉള്ളത്. ഇത് പഴയ P35ൻ്റെ ഒരു റീമേക്കാണ്. അതുകൊണ്ട് ഗെയിമിംഗ് അത്ര നന്നാവണമെന്നില്ല. ബട്ട് ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇൻ 1Bയുടെ 4GB റാം വേരിയൻറ്റിന് 8000 രൂപയും 2GB റാം വേരിയൻറ്റിന് 7000 രൂപയാണ്. ഞങ്ങൾ 4GB റാം തന്നെ റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫീൽ ഈ ഡിവൈസിനുണ്ട്. അതുപോലെ തന്നെ 2 വർഷത്തേക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ലഭിക്കുന്നുണ്ട്. ആ കാര്യം മറ്റ് ഡിവൈസുകൾക്ക് ഓഫർ ചെയ്യാൻ പറ്റത്തില്ല.
റിയൽമിയിലായാലും പോക്കോയിലായാലും അവരുടേതായ UI ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അഡീഷനായിട്ട് കുറേ ബ്ലോട്ട്വെയറുകളും കൂടെ വരുന്നുണ്ട്. സോ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. പക്ഷേ നാർസോ 20ക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 665 ആണ് ഈ ഡിവൈസ് റൺ ചെയ്യുന്നത്. ഇപ്പോൾ P35ഉം 665ഉം കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിന്നർ 665 തന്നെയായിരിക്കും. കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇതാണ്. ഈ ഡിവൈസിൻ്റെ 4GB 64GB വേരിയൻറ്റ് മാത്രം എടുക്കുക. കാരണം അതാണ് ഏറ്റവും വാല്യൂ ഫോർ മണി. 8000 രൂപയ്ക്ക് ഇതിൻ്റെ 4GB 64GB വേരിയൻറ്റ് തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണിയാണ്. ഇനി മറ്റു ഡിവൈസുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഈ ഡിവൈസ് വളരെ അട്രാക്റ്റീവായിട്ടൊരു പാക്കേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ മേഖലകളും നമ്മളെടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ അവിടെയെല്ലാം ഇത് ഓക്കെയാണ്. ഇപ്പോൾ ഉള്ള കോമ്പറ്റീഷൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കും. പക്ഷേ അതിനേക്കാളും എന്തെങ്കിലും ഒരു സൂപ്പർ അഡ്വാൻറ്റേജ് ഇതിനില്ല. എന്നാൽ ഇതിൻ്റെ വലിയ ചേട്ടനായിട്ടുള്ള ഇൻനോട്ട് 1ന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എക്സ്പെഷ്യലി ഡിസ്പ്ലേയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഇൻബോക്സ് ഫാസ്റ്റ് ചാർജറിൻ്റെ കാര്യത്തിലും. നിങ്ങൾ ഈ ഡിവൈസ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോമാക്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിവൈസ് എടുക്കാൻ കഴിയും. പിന്നെ 8000 റുപ്പീസിന് ഒരു ഇന്ത്യൻ മെയ്ഡ് സ്മാർട്ട് ഫോണാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ബ്രാൻഡിൽ നിന്നുള്ളൊരു സ്മാർട്ട് ഫോണാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല ചോയ്സ് തന്നെയാണ്. ഇനി ഈ ഡിവൈസ് എപ്പം മേടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഏകദേശം 19 ദിവസത്തിന് ശേഷമാണ് എൻ്റെ ഫസ്റ്റ് സെയിൽ വരുന്നത്. സോ അതിനായിട്ടുള്ളൊരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിരിക്കുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.